What kinds of songs are haram? All of them, because music is forbidden. ആണോ? എന്നാ പിന്നെ ചെയ്വത്ത് വീട്ടിൽ നിന്നോളാം. പാട്ടറാ. Hallelujah. Glory. Hallelujah. നീകാവര പശ്ചന്ദ്ര. Oh, come on. യേശു കഥവൈ திறந்தார். யாராலும் அடக்க முடியவில்லை. യേശു கதவை அடைத்தார். யாராலும் திறக்க முடியவில்லை. Come on. യേശு கதவை திறந்தார். யாராலும் அடக்க முடியவில்லை. യേശു கதவை அடைத்தார். யாராலும் திறக்க முடியவில்லை. Because music is forbidden. திறந்திடுவார் கதவை திறந்திடுவார். எனக்காய் கதவை திறந்திடுவார். அடைத்திடுவார் கதவை அடைத்திடுவார். எதிரியின் கதவை அடைத்திடுவார். So hi guys, welcome back to my channel. എല്ലാവരും ഹെഡ്സെറ്റ് വെച്ചോണം. ഫാമിലി ആയിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ മൊബൈലിൽ കാണാൻ ശ്രമിക്കുക. മാക്സിമം ഹെഡ്സെറ്റ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്. ഇതെങ്കിലും നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കാണണമെന്നാണ്. കാരണം നമ്മളിന്ന് 3 കാറ്റഗറിയിലുള്ളവരെയും കൂടി ഒരുമിച്ച് എടുത്തിട്ട് ത്രികോണത്തിൽ വെക്കാൻ പോവുകയാണ്. സോ ആ കൈൻഡ് റിക്വസ്റ്റ് ടു പുട്ട് യുവർ ഹെഡ്ഫോൺസ്. Because music is forbidden. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം കണ്ട വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ തുടങ്ങാം. ഈ ഡാൻസ് കണ്ടിട്ട് മുസ്ലിംസ് ആണ്, ഞങ്ങൾ ഭയങ്കര വിശ്വാസികളാണെന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഈ കമൻറ്റ് പോസ്റ്റിൽ വന്ന് ഇവരെ പറയുന്ന പറച്ചിലുണ്ടോ നമ്മൾ സഹിക്കത്തില്ല. ചേട്ടാ മൊത്തം കവർ ചെയ്ത് ബുർക്ക കിട്ടാലും വെറുതെ വിടുന്നില്ലല്ലോ ഈ മദ്രസ ആണെങ്കിൽ. സത്യം. അസ്തഗ്ഫിറുള്ള ഹബീബത്തി ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലരുടെയൊക്കെ ഭാര്യമാരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ദയനീയത തോന്നുന്നു. ഇതിന്റെ പേരിൽ നരകത്തിൽ പോകണേൽ അങ്ങ് പോട്ടെ എന്ന് വെക്കണം. ഇത്ര നന്നായിട്ട് ഡാൻസ് കളിച്ച പെൺകുട്ടിയുടെ അടി വന്നു വെച്ചാൽ നീയൊക്കെ നരകത്തിൽ പോകൂടി എന്ന് പറയുന്ന ഇവരുടെ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് പുച്ഛം തോന്നുന്നു. ജോക്കുട്ട ഞങ്ങളുടെ വിശ്വാസത്തിൽ കയറി തുടരുത് എന്ന് പറയാൻ വരുന്നവരോട് ഇതൊന്ന് പറയാമോ നിങ്ങൾ എന്താണെന്ന്? ഇത് അറബികൾ തന്നെ സ്വന്തം കാശ് മുടക്കി നടത്തുന്ന ഒരു പരിപാടിയാണ് ബെല്ലി ഡാൻസ് എന്ന് പറയും. ഇവർ തന്നെ ഇതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും ചെയ്തു കൊടുക്കും. എന്നിട്ട് ഇവർ തന്നെ പാട്ട് വിടും, ഇവർ തന്നെ ഡാൻസും കളിക്കും, ഇവർ തന്നെ ആസ്വദിക്കും. Because music is forbidden. നമ്മൾ ഇന്ത്യയിലുള്ള കേരളത്തിലെ ഏതോ ഓളങ്കറ മൂലയിൽ നിന്നിട്ട് പൊട്ടക്കണ്ടിലെ തവളകളെ പോലെ ഇങ്ങനെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട്. എന്തൊരു വെളിവില്ലാത്തവരാടെ നീ, എന്തൊരു നിലവാരമില്ലാത്തവരാടെ നീ. ഇതൊക്കെ ഞങ്ങളുടെ വിശ്വാസമല്ലേ സേട്ട എന്നാണെങ്കിൽ ഇത് ഒരു വിശ്വാസം തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ? ഇത് എന്നതാണ് ഇട്ടേക്കുന്ന കളസ വള്ളി? എടാ വള്ളി കളസാ ഷഡ്ഡി ഇട്ടിരിക്കാൻ നീ ആരടാ സൂപ്പർമാനോ? എടാ കളസം മാത്രമല്ലടാ ഉള്ളത് നിനക്ക്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കല്ലാണ്, വെറും ഒരു കല്ല് ചെത്തി ഉണ്ടാക്കിയിട്ട് അത് ദൈവമാണെന്ന് വിശ്വസിച്ച് എന്തൊക്കെ അപരാധങ്ങളായി കാണിച്ചു കൂട്ടുന്നേ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറച്ച് പേർക്ക് തോന്നുന്നുണ്ടാവും ശരിക്കും എന്ത് പോക്കർത്തലായി കാണിക്കുന്നത്. ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചതിൽ അഭിമാനിക്കുന്നു, ഞാനൊരു മുസ്ലിമായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആണോ? Yo, that's the stone of Jannat. They're touching and kissing the stone because it's said to absorb sin. ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ പാപമോചനം കിട്ടുമെന്ന് ഹിന്ദുക്കൾ പറയുന്ന പോലെ ഇവിടെ പോയി മുത്തിക്കഴിഞ്ഞാൽ പാപമോചനം കിട്ടുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഇതിപ്പോൾ എന്തോന്നടേ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കുരുപൊട്ടേണ്ട കാര്യം എന്താ? ഇത് കാണുമ്പോൾ കുരുപൊട്ടേണ്ട കാര്യമൊന്നും ഇല്ലടേ. ഞാൻ പറഞ്ഞാൽ കറക്റ്റല്ലേ? നിങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് കോമഡി ആയിട്ടേ തോന്നത്തുള്ളൂ. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഗോമാതാവ് എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നാണ്. കാരണം പെറ്റമ്മ കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനം പശുവിനാണ്. കാരണം അമ്മയുടെ പാല് കുടി കഴിഞ്ഞാൽ പിന്നെ പാല് കുടിക്കുന്നത് നമ്മൾ പശുവെന്നാണല്ലോ. ഭാഗ്യം ഹിന്ദുക്കളൊന്നും അറബി നാട്ടിലില്ല, അല്ലെങ്കിൽ പിന്നെ ഒട്ടകത്തിനെയും പിടിച്ച് അമ്മയാക്കിയാണ്. സുരേഷ് ഗോപി MP ഉൾപ്പെടെയുള്ളവർ അംഗമായ സ്വകാര്യ ട്രസ്റ്റ് നടത്തുന്ന ഗോശാലയിലെ പശുക്കൾ ദുരിതാവസ്ഥയിൽ. എല്ലാം വിധിയുടെ വിളയാട്ടം. ഭക്ഷണവും ആവശ്യമായ പരിചരണവും ഇല്ലാതെ പശുക്കൾ എല്ലും തോലുമായി മാറി. സബാഷ്. അവയെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അത്യാസന്ന നിലയിലാണെന്നാണ് തോന്നുന്നത്. ശ്രീ വിജയകൃഷ്ണനും സുരേഷ് ഗോപിയും പോലുള്ള വളരെ പ്രമുഖരായിട്ടുള്ള സിനിമാ താരങ്ങളും ഈ രംഗത്തെ വളരെ പ്രാമാണികന്മാരായിട്ടുള്ള ഒരുപറ്റം സമ്പന്നന്മാരാണ്. ഈ പശുക്കളെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കളക്ടറോട് പശുക്കളുടെ സംരക്ഷണം. പശുക്കൾ ദൈവത്തെ പോലെയാണെന്നല്ലേ, പിന്നെന്തിനാ അവർക്ക് വേണ്ടി പരിപാലിക്കാൻ ആൾക്കാർ? അവർക്ക് സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചൂടെ? സ്പോർട്സിൽ അത്യാവശ്യം ഒരു നോളജ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സിലെ സ്കോർസ് പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് 1x വിത്ത് ഇന്റർനാഷണൽ ലൈസൻസ്. ഇത് അബ്സല്യൂട്ട്ലി കൺവീനിയൻ്റ് ആണ്. ലൈവ് ആയിട്ടുള്ള മാച്ചസ് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. ഇതിന്റെ ഗെയിം ഇന്റർഫേസും സപ്പോർട്ടും വിഡ്രോവൽസും ഒക്കെ വളരെ ഈസിയാണ്. ഇന്ത്യയിലുള്ള പല ആൾക്കാരും ഇത് യൂസ് ചെയ്ത് റവന്യൂ ഏൺ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് UPI വഴിയോ Paytm വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സമയത്ത് 66K INR ബോണസ് കൂടി ആഡ് ആവുന്നതായിരിക്കും. യൂസ് മൈ സീക്രട്ട് പ്രൊമോ കോഡ്, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് സെക്ഷൻ. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗയ്സ്. ഷഡ്ഡി ഇട്ടിരിക്കാൻ നീ ആരടാ സൂപ്പർമാൻ? When I studied the life of Muhammad, in 10 years he waged 83 wars. In 10 years 27 wars and 56 raids.
in 10 years. And you are going to teach me that Islam is peaceful? No, it's not peaceful. Are you going to give a Nobel Prize for somebody who waged 83 wars? No, you will not. Muhammad, he had many wives, 11 of them. One of them, she was 9 years old. He was 53. I am 50. I cannot marry a girl that has 9 years old. You cannot. That's abuse. You cannot compare Jesus with Muhammad. Jesus never killed a person. He never killed an apostate. He never waged a war. So he was a role model for me. That's why I loved Muhammad and I wanted to follow Jesus. ഇങ്ങനെയൊന്നും പൊക്കി അടിക്കല്ലേ ചേട്ടാ, ക്രിസ്ത്യാനികൾ അങ്ങോട്ട് പൊങ്ങി പോകത്തില്ല, നമുക്കൊന്ന് താത്തി അടിച്ചാലോ. ഓ ജീസസ്, ഒരു വൈദികനെയല്ലേ ഇവന്മാരെല്ലാം കൂടി ചേർന്ന് അടിക്കുന്നത്, അതും കുർബാനയുടെ ഇടയ്ക്ക്. പരിശുദ്ധമായ സ്ഥലമാണ് ആൾത്താര, അതിലും പരിശുദ്ധമാണ് കുർബാന എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ കയറി ഇവന്മാർ കാണിക്കുന്നതായിരിക്കും. ഇമ്മാതിരി തോന്നിയ ദിവസം തന്തയില്ലാത്തവരും കാണിച്ചിട്ട് പറയാം ഞാനൊക്കെ സത്യക്രിസ്ത്യാനാണെന്ന്. നാണമില്ലേ ഇങ്ങനെ കുറേ മലവാണങ്ങൾ. ഇത് കാണുന്ന കർത്താവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. கதவை திறந்திடுவார் எனக்காய் கதவை திறந்திடுவார். എടാ മൈരികളെ, എടാ നീയൊക്കെ ഇങ്ങനത്തെ ഒരു വെടലവാണങ്ങളാണല്ലോടാ. ചിലവന്മാർക്ക് അച്ഛന്മാർ നേരെ നിന്ന് ചെല്ലണം, ചിലവന്മാർക്ക് അച്ഛന്മാർ തിരിഞ്ഞു നിന്ന് ചെല്ലണം, ചിലവന്മാർക്ക് അച്ഛൻ്റെ മോന്ത കാണും, ചിലവന്മാർക്ക് അച്ഛന്മാരുടെ കുണ്ടി കാണും. ഇതാരാ പറഞ്ഞ ഏതോ രാജ്യത്ത് നിൽക്കുന്ന ഏതൊരു പാപ്പ. ഇത് തന്നെയാണ് പ്രശ്നമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ഈ കാണിച്ചത് എന്തൊരു പോക്കൃത്തരാന്ന് ആലോചിച്ചു. വിശ്വാസമാണ് പോലും കഷ്ടം. ഞാൻ ഇതുപോലത്തെ ത്രികോണം വെക്കുക ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനൊരു വ്യത്യസ്ത അന്ധവിശ്വാസിക്കാണെന്ന്. അല്ല, ഞാൻ വിശ്വാസിയാണ്. പക്ഷേ എനിക്കിതുപോലെ പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവമില്ല. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നിങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ അതെത്തോളം വിഷമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ദൈവവിശ്വാസം കാരണം കൊടും ക്രൂരത അനുഭവിക്കേണ്ടി വന്ന രോഗികളെയും അറിയാം. ഒരാളിന് ഭയങ്കര ശ്വാസം മുട്ടിന് മരുന്ന് കൊടുക്കണം. അതായത് സാധാരണ ശ്വാസം മുട്ട്, ആസ്മയുടെ ശ്വാസം മുട്ടിന് കൊടുക്കുന്ന മരുന്നല്ല, ഇവിടെ മോർഫിൻ്റെ വർഗ്ഗത്തിലുള്ള മരുന്ന് ചെറിയ അളവിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ അയാൾക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുടുംബാംഗങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എതിർത്തു കൊടുക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിനെ നേരിടുമ്പോൾ കോൺഷ്യസ് ആയിരിക്കണം. ഉറക്കത്തിൽ ചെന്ന് ദൈവത്തിനെ മീറ്റ് ചെയ്യാനിടയായാൽ സ്വർഗം കിട്ടില്ല. ഇങ്ങനെയാണ് അവരുടെ വിശ്വാസം. ഒരു മതപണ്ഡിതൻ അത് ആദ്യം ഫോൺ ചെയ്തപ്പോൾ അത് അങ്ങനെയുള്ള ഉറക്കം വരുന്ന മരുന്ന് ഇപ്പോൾ കൊടുക്കാൻ പാടില്ല. ഈ മനുഷ്യൻ ശ്വാസം കിട്ടുന്നില്ല, മരുന്ന് തരുമെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ ഭാര്യയും മക്കളും സമ്മതിക്കുന്നില്ല. എന്താ അല്ലേ? അവസാനം മതപണ്ഡിതൻ സമ്മതിച്ചു, അല്ല അതങ്ങനെയാണെങ്കിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഭാര്യ സമ്മതിക്കുന്നില്ല. സ്നേഹം കൊണ്ട ഭർത്താവിന് സ്വർഗം കിട്ടണമെന്നുള്ള ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല അന്ധമായ വിശ്വാസം ഇതിലേക്കുള്ളിയാണെന്ന് പറയണ്ടല്ലോ, രോഗിയുടെ ബുദ്ധിമുട്ട് കൂട്ടാറുണ്ട്. പിന്നെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്? ആരാ ശ്രീരാം എന്ന് മനസ്സിലാക്കിയോ? മുഹമ്മദിന് ഇവിടെ എത്രയും മുമ്പ് ഈ ജീവിച്ചു വരുന്ന ഭാരതീയൻ ഒരു ഏകദൈവ വിശ്വാസിയായിരിക്കും. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണോ കഥ? പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കാഫിർ എന്നാ. അങ്ങനെയല്ല, ഒരിക്കലും അല്ല. മൂസാ നബി തങ്ങളവറുകൾ ഓതിയ ആയത്തിന്റെ അതിൽ തന്നെയുണ്ട്. അപ്പൊ ബോധമുള്ള ആൾക്കാരും ഇവർക്കിടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? സ്വസ്തി പ്രജാപരിപാലയന്ത ന്യായേണ മാർഗേണ മഹിമൈഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. പ്രോപ്പറായിട്ട് വസ്ത്രം ധരിച്ച് ഡാൻസ് കളിച്ചവർക്കെതിരെ ഇത്രയും പ്രശ്നം വന്നെങ്കിൽ ഈ പുള്ളിക്കെതിരെ എന്തൊക്കെ വരുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചെല്ലണം. Because music is forbidden. പൗലോസിനെ ആരാ പറഞ്ഞേക്കുന്നേ? രണ്ടുപേരും പറഞ്ഞേക്കുന്ന ഒറ്റ ആത്മാവാ അല്ലേ? എവിടെയോ കണ്ടു നല്ല ആണോ? അതിന്റെ അർത്ഥം യേശുവിൽ വ്യാപരിച്ചിരുന്നത് പൗലോസിലും വ്യാപരിച്ചു എന്നുള്ളതല്ലേ? ജുമാൻജി ചോദിക്കാറുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും അറിയാത്ത സൗണ്ട് മാറ്റുന്നേ. എടാ ഇവനെ ഞാൻ 2-3 വർഷം മുമ്പ് ഊക്കി വിട്ടതല്ലേ? ഇട മോനെ നീ ഇപ്പോഴും മാത്യു ജോയ്സ്, JMJ ജുമാൻജി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ വിളിക്കാമെങ്കിൽ ദൈവം കൈമാറുന്നത് എന്തെന്നാ? ഇവൻ ഇപ്പോഴും കാറിലൊന്നും മാറ്റമൊന്നുമില്ല. എടാ എന്തിനാടാ മോനെ നീ ഇങ്ങനെ നടന്ന് കാറുന്നേ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? അതിന്റെ അർത്ഥം രണ്ടുപേരുടെ അപ്പൻ ഒരാളാണ്.
വൺ ഡാഡി സിൻഡ്രോം. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു വിശ്വാസിയാണ്, അതുകൊണ്ട് ചോദിക്കാം, നീ എന്താ അപരാധമായി കാണിക്കുന്നത്? നിന്നെ പറഞ്ഞയച്ചതും നിന്റെ തലമുറകളെ പറഞ്ഞയക്കുന്നതും ഒരേ ആത്മാവാണെങ്കിൽ നീ ഇങ്ങനെ കിടന്ന് കുറെ കാർ ചെയ്തോണ്ടോ, കുറെ ഒച്ചയിൽ കിടന്ന് സംസാരിച്ചോണ്ടോ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിന്റെ അപ്പനെ അയക്കുന്നതും നിന്റെ അമ്മയെ അയക്കുന്നതും നീ അന്ന് ഭയങ്കര കൊച്ചായിരുന്നു, ഇന്ന് നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത് നന്നാടെ ഇറക്കാം, ഇത്രയും പ്രായമായില്ല, കഷ്ടം. കൈയൊന്ന് പിടിച്ചു കയറ്റാൻ നോക്കിയപ്പോഴേക്കും കൈ മാറ്റിക്കളഞ്ഞു. ആ ചെറുക്കൻ്റെ ഉമ്മയുടെ പ്രായമല്ല തള്ളയ്ക്കുള്ളൂ. മേലേന്ന് പടച്ചവൻ്റെ കാവലും ഭൂമിയിൽ ഇണയുടെ കരുതലും ഉണ്ടെങ്കിൽ പിന്നെ ആരുടെയും തുണ വേണമെന്നില്ല. സ്വർഗം കിട്ടില്ല, ഇങ്ങനെയാണ് അവരുടെ വിശ്വാസം. നിങ്ങളൊരു ആക്സിഡൻ്റ് ആയിട്ട് റോട്ടിൽ ചാവാൻ കിടക്കുവാണെങ്കിലും കൈ പിടിക്കാൻ പറ്റുന്നവരുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുമോ? ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കമന്റ് ബോക്സിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. फूंक मारना ये गलत है, लेकिन दम करने के लिए ऐसे करना ये सुन्नत है. പറഞ്ഞ കേട്ടോ, ഊതുന്നത് തെറ്റാണ്, തുപ്പി 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 വെക്കുന്നതിനൊരു കുഴപ്പമില്ല. ये सुन्नत है. കഴിഞ്ഞ 2-3 പാർട്ടുകളായിട്ട് ഞാൻ കാണിക്കുന്നത് തന്നെയാണ്. ഇവന്മാര് തന്നെ ഇത് വിശ്വസിച്ച് വെച്ചേക്ക് ഇത് ശരിയാണ്. नहीं मैं सुन्नी हूँ, सिया नहीं है हमारे लिए, सिया के साथ खाते नहीं है. अभी हम पानी मांगे कि भाई हम प्यास लग रही है हमें पानी दो, तो ऐसा करके पानी देंगे, थूक के पानी देंगे. हाँ ये असलियत है, तो हम लोग क्यों खाएंगे? मतलब कोई भी सिया होता है तो वो हर चीज थूक के देता है. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മതമേ ഉള്ളൂ എന്നാണ്. അതുപോലെ തന്നെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് വെച്ചത്. കാരണം ഈ ഹിന്ദുക്കളിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഈഴവ, SC/ST, അതുപോലെ തന്നെ നായർ അതൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് കുറച്ച് ചുണ്ണപ്പന്മാരൊക്കെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ഉണ്ട് അല്ലേ, റോമൻ കാത്തോലിക്ക്, സിറിയൻ കാത്തോലിക്ക്, പന്തക്കൊസ്ത്, തേങ്ങാക്കൊത്ത്, മാങ്ങാക്കൊത്ത്, അങ്ങനെ കുറേ തൊലികളുണ്ട്. ഇതിനിടയ്ക്ക് റോമനും ലാറ്റിനൊക്കെ തമ്മിൽ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്നാൽ വിശ്വാസം പറയുമ്പോൾ അയ്യോ ഞങ്ങളൊക്കെ കർത്താവിൻ്റെ ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അർത്തുങ്കപ്പള്ളി പെരുന്നാളിന് പോയി. അവിടെ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഇതെന്താണെന്ന് മനസ്സിലായില്ല, നേർച്ചപ്പെട്ടിയാണ്. ഇപ്പോൾ വെറൈറ്റിയാണ്, സ്കാൻ ചെയ്ത് നമുക്ക് പൈസ അയക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഈ നേർച്ചപ്പെട്ടി എന്ന് പറയുന്ന പരിപാടി. പിന്നെ വേറെ വല്ല രാജ്യത്തൊക്കെ ഉണ്ടാകുമായിരിക്കും, എന്നാലും ഇന്ത്യയിലാണ് അത് ഏറ്റവും കൂടുതൽ ഉള്ളത്. കേരളത്തിൽ എല്ലാ മതത്തിൻ്റെ നിങ്ങളല്ലേ പള്ളി എടുത്ത് നോക്കൂ, മുസ്ലിം പള്ളി നോക്കൂ, ക്രിസ്ത്യൻ പള്ളി നോക്കൂ, അമ്പലം നോക്കൂ, എല്ലാവർക്കും നേർച്ചപ്പെട്ടിയുണ്ട്. അതിലാർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും നല്ല ഒത്തൊരുമയാണ്. വെറുതെ കിട്ടുന്ന പൈസ കൈകിട്ട് വരാൻ നല്ല രസമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടില്ല, ഒരു പുള്ളിയുടെ ഫോൺ നേർച്ചപ്പെട്ടിക്കാതെ പോയിട്ട് ആ ഫോൺ പോലും അവന്മാർ തിരിച്ചു കൊടുക്കുന്നില്ല. അയാളിനി ജന്മത്ത് നേർച്ചയിടാൻ വേണ്ടി അമ്പലത്തിൽ പോകും, അതും 54 ലക്ഷം രൂപ നേർച്ചയുള്ളൊരു പെട്ടിക്കകത്തുനിന്ന്. ആൾക്കാരുടെ ചിന്താഗതി ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഏലക്ക കരാമ്പട്ട അല്ല, കരാമ്പട്ടയുടെ അല്ല അല്ലേ, അതിൽ ചേർത്തൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതിനെക്കാട്ടിലും വലുതേ എങ്ങനെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കും? എന്റെ മനസ്സിൽ തോന്നില്ല. അതിൽ ചേർത്തൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതിനെക്കാട്ടിലും വലുതേ. ഇവന്മാരപ്പോൾ ഉള്ളവരൊക്കെ റെയിൽവേയുടെ ഫുഡിന്റെ കുറ്റം പറയും. ഇതിലും അത് ഇന്ത്യൻ റെയിൽവേന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നുന്നത്, കാരണം എൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ പോലും ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് തന്നെ ഭക്ഷണം കൊടുക്കുന്ന, വിരുന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ശരിക്കും മുസ്ലിംസിന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഭയങ്കര സ്നേഹത്തോടെയാണ് അവർ നമുക്ക് ഫുഡ് തരുന്നത്. ഭയങ്കര കാര്യമാണ്. കഴിക്കാൻ പറഞ്ഞ് ഇഷ്ടം പോലെ കോരിക്കോരി തരും. അവരാരും ഇങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്, അവരാരും ഇങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. ഭയങ്കര സ്നേഹമാണ് അവർക്ക്. പക്ഷെ ഇവരൊക്കെ കാരണം അവർക്കുണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് അതെനിക്ക് മനസ്സിലാവും. സ്നേഹം കൊണ്ടാ. സിസ്റ്റർ ആത്മഹത്യ ചെയ്തു മഠത്തിനകത്ത്. കാരണം പറഞ്ഞത് മദർ ചെന്ന് രാത്രിയാകുമ്പോൾ അവൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെസ്ബിയൻ റിലേഷൻഷിപ്പ്. അപ്പോഴാണ് TV-യിലൂടെ ഒരു വയസ്സായ അച്ഛൻ പറഞ്ഞു, പിന്നെ ആ മദറിനെ എന്തിൻ്റെ കേടാ ആ പെൺകുട്ടിയുടെ അടുത്ത് ശരീരം ഉപയോഗിക്കാൻ ചെല്ലേണ്ട കാര്യം എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഡൽഹിയിൽ വെച്ച് TV-യിലൂടെ ഞാനിത് കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞു, എനിക്കുണ്ടായിട്ടുണ്ട് ഒരു സിസ്റ്ററിൽ നിന്നുള്ള മോശമായ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി അതും എഴുതണം, കാരണം ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. എൻ്റെ ഫാമിലി ഒരു സിസ്റ്റർ ആൻറ്റി ഉണ്ട്. ഞാൻ എൻ്റെ സിസ്റ്റർ ആൻറ്റിയോട് ചോദിച്ചു, ഈ മഠത്തിനുള്ളിൽ സിസ്റ്റേഴ്സ് തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? അപ്പോൾ ആൻറ്റി പറഞ്ഞു ഉണ്ടാവാറുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, കാരണം ഞാനങ്ങനെ പ്രതീക്ഷിക്കുന്നേ ഇല്ല. കാരണം ഇവർ എപ്പോഴും പ്രാർത്ഥനയും ഭക്തിയൊക്കെ ആയിട്ട് നടക്കുന്നവരല്ല, അപ്പോൾ തമ്മിൽ സ്നേഹമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ആൻറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ, ഇതുപോലത്തെ പ്രശ്നങ്ങളല്ല കേട്ടോ ഇനി ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നോട് പറഞ്ഞത് ഇപ്പം ആൻറ്റി ഒരു ഹെഡ് മിസ്ട്രസ് ആണ്. അപ്പോൾ അതിൽ താഴെയുള്ള ആൾക്കാരൊക്കെ ആ മഠത്തിലുണ്ടാവുമല്ലോ.
അപ്പോൾ അവർക്ക് തമ്മിൽ ആ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ലോ സ്റ്റാൻഡേർഡ് ഫീലൊക്കെ ഉണ്ടാകും. അതിൻ്റെ പേരിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചേരിയേരാ പ്രസ്ഥാനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നല്ലപോലെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ സ്ത്രീകളുടെ സ്ത്രീകളാണെന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടേക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. Can I chat with my classmate girl? No. കൂടെ പഠിക്കുന്ന പെൺകുട്ടികളോടൊന്ന് സംസാരിച്ചാൽ പോലും അത് ഹറാമാണ്. എന്തിനാണ് പെൺകുട്ടികൾ വല്ല മോശ സാധനമാണോ? അല്ലെങ്കിൽ ആൺകുട്ടികൾ തന്നെ എല്ലാവരും പീഡിപ്പിച്ചുകൊണ്ട് നടക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തം പീഡനം കൊലപാതകമായിരിക്കുമല്ലോ. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് എന്തൊരു ഇവിടെ നിന്റെയൊക്കെ കുടുംബത്തിൽ ജനിക്കാതെ പോയ പെൺകുട്ടികളൊക്കെ ഭാഗ്യവാന്മാരാട്ടാ. കോഴിക്കോട്ടെ അനാഥാലയത്തിൽ അധ്യാപകൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയുമായി സ്കൂൾ വിദ്യാർത്ഥികൾ. നിസാർ മാഷ് വളരെ വൃത്തികെട്ടവനാണ്. ആ മാഷ് ദേഹത്ത് തൊടുന്നു, അവർക്ക് നാണമില്ല. ആ സാർ കുട്ടികളെ ദേഹത്ത് മാത്രമല്ല വൃത്തികെട്ട സ്ഥലത്ത് തൊടുകയും അമർത്തുകയും ചെയ്യും. കോഴിക്കോട്ടെ ഒരു അനാഥാലയത്തിലെ ഒരു 12 വയസ്സുകാരി സ്ഥാപന മാനേജ്മെന്റ് നൽകിയ പരാതിയിലെ വരികളാണിത്. എനിക്കറിയാം നിങ്ങളിപ്പോൾ പറയാൻ വരുന്നത് എന്താണെന്ന്. എല്ലാ മദ്രസകളും ഇങ്ങനെയല്ല, എല്ലാ മദ്രസകളിലും ഇങ്ങനത്തെ പണ്ഡിതന്മാരും ഇല്ല എന്നുള്ളതായിരിക്കും. ഇത്തരത്തിൽ 10 വിദ്യാർത്ഥികളാണ് മാനേജ്മെന്റും സ്കൂളിലെ പ്രധാന അധ്യാപകനും പരാതി നൽകിയത്. പക്ഷേ ഇതെല്ലാം ഒരു മദ്രസയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പരാതിയിൽ ഉറച്ചു നിൽക്കാതിരിക്കാൻ രക്ഷിതാക്കളിൽ സമ്മർദ്ദം ചെലുത്തുന്നതായും ആക്ഷേപമുണ്ട്. അങ്ങനെ എത്ര കുട്ടികൾ, അതും സ്വന്തം കമ്മ്യൂണിറ്റി ഉള്ളവർ തന്നെയാണ് പറയുന്നത്. പരാതി നൽകാൻ കുട്ടികളെ സഹായിച്ച അനാഥാലയത്തിലെ താൽക്കാലിക ജീവനക്കാരിയെ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായ കുട്ടികൾക്കൊക്കെ നല്ല പേരൻസ് ഇല്ലാത്തതുകൊണ്ട് അവർ വീട്ടിൽ പറയാനും പേടി. പരാതി പോലീസിന് കൈമാറാൻ ആദ്യം സ്ഥാപനം മടിച്ചു. രക്ഷിതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് പോലീസിനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പരാതി ലഭിക്കുന്നത്. എന്റെ പടച്ചവനെ, നീ ഇതൊക്കെ കാണുന്നില്ല. എന്നതാ കഫക്കെട്ടിനുള്ള മരുന്നുണ്ടാക്കുവാണോ? ഇതെന്ത്? എടാ എല്ലാത്തിനും തലവേദനയാണടാ. അതിനിടയ്ക്ക് ഒരു ഫോണൊക്കെ ഉപയോഗിക്കുന്നു. എന്ത് ഇതൊക്കെ എന്ത്? ഒരുത്തിനവിടെ കൊണ്ട് ചുമക്കണ്. ഇവിടെ കുറെ എണ്ണങ്ങൾക്ക് തലവേദന. 2047 ആകുമ്പോൾ ഇന്ത്യ വികസിത രാജ്യമാകുമെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടിട്ട് ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഈ ഭാരതത്തില് ഇതിനൊക്കെ സമയം കണ്ടെത്താനായിട്ട് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ തന്നെ. സ്വർഗം കിട്ടില്ല. ഈ കാശ് രൂപം വെച്ച് ഏതൊക്കെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അരമണിക്കൂർ മുമ്പ് ഞാൻ എക്സാം ഫിനിഷ് ചെയ്യും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. 3 essay ഒക്കെ എഴുതാൻ ഇത് കൈ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ഞാൻ പാസ്സാവും. അപ്പൊ കൈയില്ലാത്തവരെന്ത് ചെയ്യും? വായി വെച്ച് വിഴുങ്ങണം. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അവൾക്കത് അറിയത്തില്ല. എന്തോന്നടേ ഇത്? നിനക്ക് തലയ്ക്ക് വെളിവില്ലടി. മതഭ്രാന്തെന്ന് പറഞ്ഞാൽ ഇവറ്റകളെ അടിച്ച് കേരളത്തിലും മതഭ്രാന്ത് ഭയങ്കര കേട്ടോ. ഭ്രാന്തന്മാര് കൂടിക്കൂടി വരുക. നന്മ ചെയ്ത ഒരാളാണെങ്കിൽ നിന്റെ ദേഹത്തിലും കാൽ തുറക്കുമ്പോൾ എല്ലാം സ്വർഗത്തിൽ കിടക്കും. എന്നാൽ തിന്മ ചെയ്ത ഒരാളാണെങ്കിലോ കാൽ മുട്ടുകൾ കൊണ്ട് ഇഴഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നോക്കിയാലും തെറ്റി നരകത്തിൽ പോകും. എന്തോന്നടി ഇതൊക്കെ? അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിക്കുമാറാകട്ടെ. തൊലി ഉയ്യണ ഇതൊക്കെ കേട്ടിട്ട്. അങ്ങനെ പറയണങ്ങള് സ്വർഗം കിട്ടില്ല. ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട് ഈ മൊന്നമാരോട്, മുഹമ്മദ് നബിയുടെ കാലത്ത് 6 വയസ്സുള്ള ഒരു കുട്ടിയെ വിവാഹം ചെയ്ത ഏതെങ്കിലും ഒരു അപരിഷ്കൃതനായ ഒരു അറബിയെ കാണിച്ചു തരാൻ ഒക്കുമോ? അപരിഷ്കൃതനായ അറബിയെ കാണിച്ചു തരാൻ ഒക്കുമോ? ബാക്കിയൊക്കെ പോട്ടെ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ അക്കാലത്ത് അത് സജീവമായിരുന്നു. 6 വയസ്സുള്ള കുട്ടിയെ വേണ്ട, 9 വയസ്സുള്ള കുട്ടിയെ, അതും വേണ്ട 10 വയസ്സുള്ള കുട്ടിയെ അക്കാലത്ത് ഏതെങ്കിലും ഒരു അറബി കല്യാണം കഴിച്ചിട്ടുണ്ടോ? അപ്പൊ പറയും ഗാന്ധിജി കല്യാണം കഴിച്ചിട്ടില്ലേ, ടാഗോർ കല്യാണം കഴിച്ചിട്ടില്ലേ, മറ്റേയാൾ കല്യാണം കഴിച്ചിട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത് അതൊന്നുമല്ല. ഗാന്ധിജി ഒന്നല്ലോ. ഗാന്ധിജി പറയുന്നുണ്ട് എന്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് മാതൃകയാണെന്ന്, പറഞ്ഞിട്ടില്ലല്ലോ. ടാഗോർ പറഞ്ഞിട്ടുണ്ടോ എന്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് മാതൃകയാണെന്ന്? പറഞ്ഞിട്ടില്ലല്ലോ. മുഹമ്മദ് നബി പറയുന്ന എന്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് മാതൃകയാണ്. അങ്ങനെയുള്ള മുഹമ്മദ് നബി 6 വയസ്സുള്ള ചോര പൈതലിനെ, മുലപ്പാലിന്റെ മണം മാറാത്ത പൈതലിനെ കല്യാണം കഴിച്ചു എന്ന് പറയാൻ ഈ ബുഖാരിക്കല്ലാത്ത മറ്റൊരാൾക്കും കഴിയില്ല. എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് ഇതിനൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് വന്നൊരു മെയിൽ നോക്കാം. റോസ് റോയ്, ഹൈ വി ആർ റൈസ് ആൻഡ് റോസ്, വി ഹാഡ് സെൻഡ് സം ഓഫ് അവർ വീഡിയോസ് എ കപ്പിൾ ഓഫ് മന്ത്സ് ബിഫോർ ബട്ട് യു ടോൾഡ് വി നീഡ് മോർ ഇംപ്രൂവ്മെന്റ്സ്, സോ വി ഡിഡ് സം കവേഴ്സ് ഫ്രീക്വന്റ്ലി, പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് പലരും ദൂരം മെയിലായിട്ടൊക്കെ വീഡിയോസ് അയച്ചു തരാറുണ്ട്, പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞു. പലരുടെയും ഇംപ്രൂവ്മെന്റ്സ് വേണമെന്ന് പറയാൻ തിരിച്ചു അയക്കാറുണ്ട്. ഏതാണെങ്കിലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. Was
ending, I wanna be next to you. If the party was over and our time on earth was through, the world was ending, I wanna be next to you. If the world was ending. എന്താണെങ്കിലും എയ്സ് ആൻഡ് റോസ് നിങ്ങൾ അടിപൊളിയായിട്ട് പാടി. എനിക്ക് ഓർമ്മയില്ല നിങ്ങളുടെ പ്രീവിയസ് വീഡിയോ ഏതായിരുന്നു എന്ന്. എന്താണെങ്കിലും അതിനേക്കാളൊക്കെ ബെറ്റർ ആയിരിക്കും ഇതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. മുഴുവൻ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. എനിവേ 1,00,000 പേരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടില്ലേ അല്ലേ? അതിനുവേണ്ടിയാണല്ലോ അയക്കുന്നത്. സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ.